ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നല്ലോ. അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനിപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ സച്ചി ആ ഒരു പ്രസവത്തിന്റെ കഥ പറയുകയാണ്. ഇങ്ങനെ സച്ചി പറയുന്നതനുസരിച്ച് എന്നിട്ട് എന്ത് പറ്റി എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിക്കുമ്പം അത് പിന്നെ ആ സ്ത്രീ പ്രസവിച്ചു എന്റെ കാറില്. ഈ പ്രസവിച്ച ഉടനെ കുഞ്ഞ് കരയുന്ന ശബ്ദമില്ലേ, അത് ഞാൻ സിനിമയിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അച്ഛാ. ഇന്നത് ഞാൻ ശരിക്കും കേട്ടു. ആ സമയമുണ്ടല്ലോ, ഞാന് സന്തോഷം കൊണ്ട് ആകെപ്പാടെ കരഞ്ഞു പോയി. അത്രയ്ക്ക് ഫീലായിരുന്നു. അമ്മയും കുഞ്ഞും എന്നിട്ട് സുഖമായിട്ടിരിക്കുന്നോ മോനെ? ഒരു പ്രശ്നമില്ല, സുഖമായിട്ടിരിക്കുന്നു. അമ്മയും കുഞ്ഞിന്റെയും മുഖത്ത് പ്രസാദം ഒന്ന് കാണണം. പിന്നെ ഉണ്ടല്ലോ, ആ കുഞ്ഞ് പെൺകുഞ്ഞ് അച്ഛാ, നല്ല നല്ല സൗന്ദര്യമുള്ള നല്ല സുന്ദരി ഒരു പെൺകുഞ്ഞ്. ആ പെൺകുഞ്ഞിനെ ഉണ്ടല്ലോ ഈ കയ്യില തന്നത്. എൻ്റെ ഈ കയ്യില് ഞാനതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. നമ്മൾ ആ കുഞ്ഞിനെ പിടിക്കുമ്പോ ഉണ്ടല്ലോ രേവതി, നീ കോർക്കുന്ന പൂവില്ലേ, ആ പൂ പോലെ സോഫ്റ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ ഈ രണ്ട് കൈ കൊണ്ടും ആ കുഞ്ഞിനെ എടുത്തു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അയ്യോ, എന്താ ഫീലെന്ന് അറിയാമായിരുന്നോ അച്ഛാ? വല്ലാത്തൊരു ഫീലായിരുന്നു. എന്തോ ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച പോലെയാ എനിക്ക് തോന്നിയത്. ആ കുഞ്ഞിനെ കാണാനുണ്ടല്ലോ നല്ല ഭംഗിയായിരുന്നു, നല്ല ചന്തമായിരുന്നു. മുഖത്ത് മാലാഹ കുഞ്ഞുങ്ങളില്ലേ, അതുപോലെ ഒരു പ്രസാദം, നല്ലൊരു മുഖം, കുഞ്ഞു മുഖം. എനിക്ക് പറയാൻ വയ്യച്ച, അത്രയ്ക്ക് രസമാ ഈ കുഞ്ഞു കുട്ടികളെ കാണാനായിട്ട്. പക്ഷെ നമ്മുടെ രേവതിക്ക് ഇത് കേട്ടിട്ട് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ രേവതി ഈ ലോകത്തൊന്നും അല്ല, നമ്മുടെ ശ്രുതിയുടെ ലോകത്തൊന്നും വന്നിട്ടില്ല കേട്ടോ. അവിടെ ഒരു പ്രസവ സീൻ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചി പറയുന്ന എത്ര കേട്ടിട്ടും ആ ഒരു ഫീൽ അടിക്കാനോ ഒന്നും നമ്മുടെ രേവതിനെ കൊണ്ട് സാധിക്കുന്നില്ല കേട്ടോ. എന്നാലും രേവതിക്കും എന്തോ ഒരു ചെറിയ ചിരിയോടൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, സച്ചേട്ടൻ ചെയ്ത കാര്യമേ ആരോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. സച്ചേട്ടനാ ഇപ്പോഴത്തെ താരം, മാത്രമല്ല വൈറലായിട്ടോ. അത് പിന്നെ അവിടെയുള്ളവരൊക്കെ എന്നെ കെട്ടിപ്പിടിക്കും, ഉമ്മതരുമൊക്കെ ചെയ്തു, നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. ഈ മാല അവരെന്നെ ഇടിച്ചതാ. അപ്പോഴേ എനിക്ക് തോന്നി ആരൊക്കെയോ ഫോണിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു സീനൊക്കെ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായായിരുന്നു ഇത് മിക്കവാറും സോഷ്യൽ മീഡിയയിൽ വരുന്നു. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ചെന്ന് നമ്മുടെ സച്ചിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു കേട്ടോ. നീ ചെയ്തത് വലിയൊരു കാര്യം മോനെ, വലിയൊരു കാര്യം. രണ്ട് ജീവനാ നീ രക്ഷിച്ചത്. ഒരു ജീവനല്ല, ഒരു പുതുജീവൻ ഭൂമിയിലേക്ക് വന്നു. ഒരു പുതുജീവനെ നീ ഉയർത്തി രക്ഷിച്ചെടുത്തു. അതല്ലേ നീ ചെയ്തത്. നിന്നെ ഓർക്കുമ്പോഴേ ഇപ്പൊ ഈ അച്ഛന് അഭിമാനം തോന്നുക. നിന്നെപ്പോലെ ഒരു മോനെ എനിക്ക് ജന്മം നൽകാൻ കഴിഞ്ഞല്ലോ. ഈ അച്ഛന് എന്ത് പുണ്യം ചെയ്തിട്ടാടാ നിന്നെ കിട്ടിയത്, എനിക്ക് മനസ്സിലാവുന്നില്ലടാ എന്നൊക്കെ പറയാം. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. ശ്രുതിക്കും സഹിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്താ ഇവൻ ചെയ്തത്? ആ പെണ്ണിനെ ഇവൻ ഹോസ്പിറ്റലിൽ എത്തിക്കണമായിരുന്നു. ആ കുട്ടിക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ, നീ ജയിലിൽ പോവില്ലായിരുന്നോടാ? അയ്യോ, അതോർക്കുമ്പോ എനിക്ക് പേടിയാവുക. അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, നിങ്ങൾ എന്തിനാ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? സച്ചിയേട്ടൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. ആ സമയത്ത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലേ ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചു പോവില്ലായിരുന്നോ? ആ കുട്ടിക്ക് ഈ ഭൂമി കാണാൻ പറ്റുമായിരുന്നോ? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, വിടു വർഷേ, ഇവരെപ്പോഴാ പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ടുള്ളത്? അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നീ രണ്ടുപേരെയാ മോനെ സഹായിച്ചിട്ടുള്ളത്, രക്ഷിച്ചത്. അതിന്റെ പുണ്യം നിനക്ക് തന്നെ കിട്ടും. രേവതി, നിനക്ക് സന്തോഷമായ രേവതി എന്ന് സച്ചി ചോദിച്ചു. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, സന്തോഷമായി സച്ചേട്ടാ, സന്തോഷമായി. അപ്പൊ നമ്മുടെ ചന്ദ്ര, നാട്ടില് വിശേഷം നടക്കുന്നു. ഇപ്പൊ കാറിലും വിശേഷം. ഇവിടെ മാത്രം ഒരു വിശേഷമില്ല, ആർക്കും ഒരു വിശേഷമില്ല. ഈ വീട്ടിൽ എപ്പോഴാണോ എന്തോ ഇനി ഒരു കുഞ്ഞ് പിറക്കുക, ആർക്കറിയാം? എപ്പോഴെങ്കിലും പിറക്കുവോ? അതൊക്കെ പെട്ടെന്ന് തന്നെ നടക്കും ചന്ദ്രൻ. കുഞ്ഞു പിറക്കും. ഈ 3 മക്കളിൽ ആരെങ്കിലും ആ സന്തോഷം അടുത്ത് തന്നെ നമ്മളെ അറിയിക്കും, അല്ലേടാ? ആരെങ്കിലും അറിയിക്കില്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തും സച്ചിയും ഒക്കെ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയും ഒന്ന് ചിരിക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതിയുടെ മുഖം വേറെ എങ്ങോട്ടാങ്ങാണ്ടൊക്കെ പോയി കേട്ടോ. ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, രേവതി ചേച്ചി, ഞങ്ങളെ ഈ സന്തോഷ വാർത്ത അറിയുന്നത് നിങ്ങളിൽ നിന്നായിരിക്കണം. ആദ്യം കുഞ്ഞു പിറക്കുന്നത് സച്ചേട്ടനും രേവതി ചേട്ടത്തിക്കും ആയിരിക്കണം. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? എല്ലാത്തിനും ഒരു മുറയുണ്ട്. ഇവിടെ ആദ്യം കുഞ്ഞു പിറക്കേണ്ടതേ ശ്രുതിക്കുവാ. അവരാ ഇവിടുത്തെ മൂത്തവർക്കല്ലേ ആദ്യം കുഞ്ഞുണ്ടാകേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പെട്ടെന്ന് ഞെട്ടി കയ്യിലിരുന്ന ഗ്ലാസ് താഴെ പോയിട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ വർഷ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വയറ്റരിച്ചില്, വേറൊന്നുമല്ല, വയറ്റരിച്ചില് തന്നെയാ.
അപ്പൊ രേവതി പറഞ്ഞു, വയറ്റരിച്ചിൽ കാരണമാണോ പാത്രം താഴെ വീഴുന്നത്? അല്ലല്ലോ. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഓ, അല്ലെങ്കിൽ ഞങ്ങളല്ലേ മൂത്തത്, ഞങ്ങള് മൂത്തതായത് കൊണ്ട് തന്നെ ഞങ്ങൾക്കായിരിക്കും ആദ്യം കുഞ്ഞു പിറക്കാൻ പോകുന്നത്, അങ്ങനെ വേണം. അപ്പോഴത്തേക്കാണെങ്കിൽ സച്ചി പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ ആരും വെല്ലുവിളിക്കാൻ വരുന്നില്ല ശ്രുതി, നീ പ്രസവിച്ചോ, നീ നിന്റെ ഭാര്യയും അച്ഛനും അമ്മയും ആയിക്കോ, ഞങ്ങൾക്ക് ഏതായാലും കുറച്ച് കാര്യങ്ങളൊക്കെ നേടാനുണ്ട്, ഞങ്ങൾക്ക് റൂമൊക്കെ കെട്ടണം, എന്നിട്ട് മതി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ആ എന്നാ പിന്നെ ഈ കൊല്ലം നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ല, 50 വയസ്സിലായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, എന്തിനാ അമ്മ ഇതൊക്കെ, ഓരോരുത്തരുടെ സ്വകാര്യതയല്ലേ, എന്തിനാ ഇതൊക്കെ കയറി ചകയുന്നത്, അതൊന്നും അത്രയ്ക്ക് നല്ല കാര്യമല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, ഓ ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോയി കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതിയും കയറി പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ രേവതി ശ്രുതിനെ തന്നെ ശ്രദ്ധിച്ച് രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുക. അത് ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ശ്രുതി കയറി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ രേവതിനെ ഒന്ന് നോക്കുന്നുണ്ട്. രേവതിനെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി രൂക്ഷമായിട്ട് ശ്രുതിനെ തന്നെ നോക്കുന്നു. ശ്രുതിക്ക് സത്യം പറഞ്ഞ പേടിയായി പോയിട്ടോ രേവതിയുടെ നോട്ടം കണ്ടിട്ട്. രേവതിക്കാണെങ്കിൽ അതിൽ നിന്ന് അങ്ങോട്ട് റിക്കവർ ആകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആ ഒരു ഇതിൽ തന്നെ നമ്മുടെ രേവതി നിൽക്കുകയാണ്. കാരണം അറിയാലോ, നമ്മുടെ രേവതി ശ്രുതി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് പുറത്തു പറയാൻ പറ്റുമോ നമ്മുടെ രേവതിക്ക്? രേവതി ഇത് പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക? ആകെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കളാശായിട്ട് കിടക്കുകയാണ്. ഏതായാലും നമ്മുടെ രേവതിക്ക് ഒരു സമാധാനം ഇല്ലാതെ കുറച്ചു നേരം അവിടെ ഇരിക്കുന്ന ഊഞ്ഞാലെ കയറി ഇരിക്കുന്നു, നടക്കുന്നു, ചിന്തിക്കുന്നു, എന്തൊക്കെയോ മറിച്ചു കൂട്ടുന്നു, ഒന്നും ആരോടും പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മുടെ രേവതി എപ്പോഴും ഇങ്ങനെ റിവെഞ്ച് ചെയ്ത് ആലോചിച്ചോണ്ടിരിക്കുക ദേവ് പറഞ്ഞ കാര്യം, പ്രഗ്നൻസിയുടെ. അങ്ങനെ രേവതി മനസ്സിൽ വിചാരിക്കുക, എന്റെ ഈശ്വര, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ, ആരോടും പറയാനും പറ്റത്തില്ലല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്റെ ദൈവമേ ഒരു വഴി കണ്ടെത്തി താന്നും പറഞ്ഞ് നിന്ന് അങ്ങോട്ട് വിറയ്ക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ വർഷ വരുന്നത്. വർഷ എന്തൊക്കെയോ കാര്യം പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് വരിക. കിച്ചണിൽ നമ്മുടെ രേവതി ചെന്നു കേട്ടോ. കിച്ചണിലെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വളരെ മോശകരമായിട്ടാണ് നടക്കുന്നത്. പാലെവിടെയോ തിളയ്ക്കുന്നുണ്ട്, കഞ്ഞി എവിടെയോ തിളച്ചു പോകുന്നുണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ രേവതി അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പാത്രം ഇങ്ങനെ പതുക്കെ തേച്ച് എഴുതുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയും സച്ചിനെയാണ് കാണിക്കുന്നത്. അവരുണ്ടല്ലോ ആ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുക, വൈറലായ വീഡിയോ. അങ്ങനെ വർഷ പറഞ്ഞു, വീഡിയോ വൈറലായി, സച്ചേട്ടാ ആ ഫോട്ടോ എടുത്തേ, അല്ല ആ ഫോൺ എടുത്തേ, ഞാനേ കാണിച്ചു തരാം, അതിലെ കമന്റ്സ് ഒക്കെ ഒന്ന് വായിക്കണം, സച്ചേട്ടനെ കുറിച്ച് ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്, ദേ എനിക്ക് തന്നെ രോമാഞ്ചം വന്നു, കണ്ടോ രോമാഞ്ചം വന്നത്. ഇതിലെല്ലാം നല്ല നല്ല കമന്റ്സ് ആണല്ലോ. അല്ല പിന്നെ പുണ്യേട്ടാ, പുണ്യപ്രവൃത്തിയല്ലേ എന്റെ സച്ചേട്ടൻ ചെയ്തത്, അപ്പൊ പിന്നെ നല്ല കമന്റ് അല്ലേ വരത്തുള്ളൂ. അതെ, ഞങ്ങൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് പോവുകയാണ്. ഏതായാലും ഈ ഒരു സമയത്താണെങ്കിൽ കിച്ചണിൽ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് നമ്മുടെ രേവതിനെയാണ് വീണ്ടും കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ രേവതി കിച്ചണിൽ നിന്ന് പതുക്കെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും സച്ചി രേവതിനെ കാണുക. അപ്പൊ രേവതിനെ കണ്ട ഉടനെ സച്ചി, രേവതി നീ നോക്കിക്കേ, നിന്റെ ഭർത്താവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് നീ നോക്ക്, നീ വായിക്ക് എന്നൊക്കെ പറഞ്ഞ കമന്റ് കാണിക്കുന്നു, വീഡിയോ ഒക്കെ കാണിക്കുന്നു. എവിടെ നിന്ന് നമ്മുടെ രേവതിക്ക് അതിലേക്ക് വല്ലതും നോക്കാൻ നേരോ സമയമോ ഉണ്ടോ? തലയാണെങ്കിൽ പോകുന്നോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ ഒന്നും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ സച്ചി നമ്മുടെ രേവതിനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയുടെ മുഖത്ത് ആകെപ്പാടെ ഒരു സങ്കടവും വിഷമവും ഒക്കെ. അപ്പൊ സച്ചി ചോദിച്ചു, ഇതെന്താ രേവതി നീ ഇതൊന്നും മൈൻഡ് ചെയ്യാത്തത്, ഞാൻ ഇത്രയും നേരം നിന്നെ കാണിച്ചത് നീ കണ്ടില്ലേ? ഹുഷു, ഞാൻ നിന്നോടല്ലേ ഇത്രയും നേരം പറഞ്ഞത്, അപ്പൊ നീ വേറെ ഏതോ ലോകത്താണല്ലോ. അത് പിന്നെ സച്ചേട്ടാ എന്താ പറ്റിയത്, ഞാൻ പറഞ്ഞത് വല്ലോ നീ കേട്ടായിരുന്നോ? അത് ഞാൻ കേട്ടു. ഒന്നും നീ കേട്ടില്ല, നിന്റെ മുഖം കണ്ട അറിയത്തില്ലേ നീ ഒന്നും കേട്ടില്ലെന്ന്. അല്ല, നീ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത് രേവതി? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, നിനക്ക് എന്തോ സന്തോഷക്കുറവുണ്ടല്ലോ, നിന്റെ തലയിൽ എന്തോ കേറിയിട്ടുണ്ടല്ലോ. ഞാൻ അമ്മയുടെയും കുഞ്ഞിന്റെയും കാര്യം പറഞ്ഞപ്പോ കൂടി പോലും നീ നേരെ വണ്ണം ശ്രദ്ധിച്ചിട്ടില്ല, നിന്റെ മുഖത്ത് സന്തോഷവും ഞാൻ കണ്ടില്ല. അത് പിന്നെ സന്തോഷക്കുറവൊന്നും ഇല്ല സച്ചേട്ടാ, ചുമ്മാ പറയില്ലേ രേവതി, നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ നിന്റെ മനസ്സിൽ. എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ രേവതി, നീ പറഞ്ഞാലല്ലേ നിന്റെ മനസ്സിലുള്ള വിഷയം മാറത്തുള്ളൂ, നീ പറ രേവതി. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറയാൻ വരുന്നുണ്ട്, പക്ഷെ രേവതിക്കോട്ട് പറയാനും സാധിക്കുന്നില്ല കേട്ടോ. എങ്ങനെ നമ്മുടെ സച്ചിയോട് പറയും? സച്ചിയോട് പറഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും വെളിയിൽ പോകും. കാരണം സച്ചിക്ക് അത്രയ്ക്ക് ദേഷ്യം നമ്മുടെ ശ്രുതിയോടുണ്ടല്ലോ, അതുപോലെ തന്നെ ശ്രുതിയോടും ഉണ്ട്. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, പ്രശ്നങ്ങളൊന്നുമില്ല, പുറത്ത് നല്ല വെയിലല്ലേ, ഞാൻ നല്ല ടയേർഡ്, ഇന്ന് ഒരുപാട് ഓടേണ്ടി വന്നു, അതുകൊണ്ടാ സച്ചേട്ടാ എന്നും പറഞ്ഞ് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ നമ്മുടെ രേവതി പോവുകയാണ് കേട്ടോ. കാരണം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ വഷളാകും, നമ്മുടെ സച്ചി കുത്തി എന്തെങ്കിലും ചോദിക്കും, പറയേണ്ടി വരുന്നത് നമ്മുടെ രേവതിക്ക് മനസ്സിലായിട്ടാണ് രേവതി കിച്ചണിലേക്ക് പോകുന്നത്. സച്ചിക്ക് ഒരു വീഡിയോ കിട്ടുന്നില്ല. ഇവക്ക് ഇതെന്താ പറ്റിയത്, ഇവളെന്താ ഇങ്ങനെ, ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, എന്തോ ഉണ്ട് ഇവക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ വീണ്ടും ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ആട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ ഇരിക്കുന്നു.
ഈ ഒരു സമയത്താണെങ്കിൽ പിന്നെ നമ്മുടെ രേവതിനെ കാണിക്കുക. രേവതി കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ വർഷ ചെന്നിട്ട് സച്ചിനെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാ. ഞാൻ വിചാരിച്ച ആളൊന്നും അല്ലാട്ടോ സച്ചേട്ടൻ. ഇന്ന് സച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോ അഭിമാനം തോന്നുക. വേണ്ട സമയത്ത് ശരിയായ ഡിസിഷൻ എടുത്ത് 2 ജീവനല്ലേ രക്ഷിച്ചത്. ചില്ലറ കാര്യമാണോ സച്ചേട്ടൻ ചെയ്തത്? സോഷ്യൽ മീഡിയ അല്ല സച്ചേട്ടനില് കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുക. ഞാനും സ്റ്റാറ്റസ് ഇട്ടു. എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എല്ലാവരും വിളിച്ച് ചോദിച്ചു ആരാണ്, റിലേറ്റീവ് ആണോ, ഫ്രണ്ട് ആണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു അഭിമാനത്തോടു കൂടി എന്റെ ഏട്ടനാണ്. അത് പറഞ്ഞപ്പോ എനിക്ക് എന്തൊരു അഭിമാനം ഉണ്ടായിരുന്നെന്ന് അറിയാമോ? എനിക്ക് തന്നെ സന്തോഷം കൊണ്ട് തന്നെ നിൽക്കാൻ വയ്യാന്ന്. ഇതൊക്കെ നമ്മുടെ രേവതി കേൾക്കുന്നു. രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലായി, രേവതി ചേച്ചി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അല്ല ചേച്ചി, ഞാൻ ഇതൊക്കെ പറഞ്ഞത് ചേച്ചി കേട്ടോ? ചേച്ചി എന്ത് ആലോചിക്കുന്നത്? പറയുന്നതൊന്നും മൂളി കേൾക്കുന്നുള്ളതെ മറുപടി ഒന്നും പറയുന്നില്ലല്ലോ. കഷ്ടമുണ്ട് കേട്ടോ. എന്താ ചേച്ചി പറ്റിയത്? ഞാൻ കുറെ ആയിട്ട് ശ്രദ്ധിക്കാം. ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അത് പിന്നെ ഒന്നുമില്ല. പക്ഷേ അല്ല, ചേച്ചിയുടെ മുഖം ശരിയല്ലോ, എനിക്കറിയാം. ചേച്ചി എന്താ ഇങ്ങനെ വേർക്കുന്നത്? ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ വേർക്കുന്നൊന്നുമില്ല. അതെ, ഇവിടെ നല്ല ചൂടുണ്ട്, അതാ ഞാൻ വേർക്കുന്നത്. ഞാനും ഇവിടെ തന്നെയല്ലേ നിൽക്കുന്നത്. എനിക്ക് വേർക്കുന്നൊന്നുമില്ലല്ലോ. അത്രയ്ക്ക് ചൂടൊന്നും എനിക്ക് തോന്നുന്നില്ല, അത്രയ്ക്ക് വേർപ്പൊന്നും എനിക്കും തോന്നുന്നില്ല. ചേച്ചി എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. എന്താ ടെൻഷന്? എന്താ ചേച്ചിക്ക് പറ്റിയത്? എന്ത് ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല എനിക്ക്, ഒരു ടെൻഷനും ഇല്ല. അല്ല, നിനക്ക് ചായ വേണം? ഞാൻ നിനക്ക് ചായ ഇട്ട് തരാം. ചേച്ചി, എനിക്ക് ചായ ഒന്നും വേണ്ട. ഞാൻ ചായ വേണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് കൈ കയറി പിടിച്ചപ്പോ കൈ കിടന്ന് കിടുകിടുകിടുകിടുകിടാ വിറക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വർഷം വെച്ച് ഇതെന്താ ചേച്ചിയുടെ കൈയൊക്കെ ഷിവറാകുന്നത്? ചേച്ചിക്ക് ലോ ബിപിയോ ലോ ഷുഗറോ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല പക്ഷേ, ലോ ബിപിയോ ഷുഗറോ ഒന്നും ഇല്ല. പിന്നെ എന്താ ചേച്ചിക്ക് പറ്റിയത്? ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. സച്ചേട്ടൻ സന്തോഷത്തോടു കൂടി നടന്നൊക്കെ പറയുമ്പോ ചേച്ചി ഒന്നും മിണ്ടാതെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചതാ, ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. സച്ചേട്ടൻ എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്താല് ചേച്ചി പ്രൗഡായിട്ട് സംസാരിക്കുമായിരുന്നു. ഇന്നാണെങ്കിൽ ഒന്നും പറഞ്ഞില്ല, സംസാരിച്ചില്ല. എന്താ ചേച്ചി പറ്റിയത്? ചേച്ചിയുടെ മനസ്സ് ഇവിടെ ഒന്നും അല്ലെന്ന് തോന്നുന്നു. ചേച്ചിയുടെ മനസ്സ് എവിടെയാ? അത് ഞാനൊന്നും പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. സച്ചേട്ടൻ അങ്ങനെ ചെയ്തതില് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കോപ്പ ചേച്ചിയുടെ മുഖത്തത് കാണുന്നില്ലല്ലോ. ഒരു സന്തോഷവും ഇല്ല ചേച്ചിക്ക്. ചേച്ചിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തുറന്നു പറ. ആന്റി വഴക്ക് പറഞ്ഞോ ചേച്ചീനെ? എന്നെയോ? എന്നെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വഴക്ക് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല ചേച്ചി അവിടെ നിൽക്ക്. വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഉറപ്പായിട്ടും എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നോട് തുറന്ന് പറയണം. ആന്റി വഴക്ക് പറഞ്ഞിട്ടില്ല എന്ന് ചേച്ചി കള്ളം പറയാ. ആന്റി എന്തോ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ട്. ആന്റി ചേച്ചിനെ തല്ലിയോ? അയ്യോ ഇല്ല വർഷേ, തല്ലിയില്ല. അവരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് വർഷ പോകാൻ തുടങ്ങിയപ്പോ അയ്യോ വർഷേ, എനിക്ക് അമ്മയൊന്നും ചെയ്തിട്ടില്ല, പ്ലീസ് എന്നെ അമ്മയൊന്നും ചെയ്തില്ല, നീ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷനെ മാറ്റി വിളിച്ച് നിർത്തുകയാണ് കേട്ടോ നമ്മുടെ രേവതി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വീണ്ടും വേർക്കാൻ തുടങ്ങി. അപ്പൊ വർഷ പറഞ്ഞു, എന്താ ചേച്ചി പ്രശ്നം? ചേച്ചിക്ക് നല്ല ട്രസ്റ്റ് ഉണ്ട്. ചേച്ചിനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. ചേച്ചിക്ക് എന്താ പറ്റിയത്? ചേച്ചിക്ക് എന്തെങ്കിലും വിഷയമുണ്ട് അത് ചേച്ചി പറ പ്ലീസ്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്വന്തം അനിയത്തി പോലെയല്ലേ ചേച്ചി എന്നെ കാണുന്നത്. എന്നോട് പറയുന്നത് കൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അത് പിന്നെ അത് എനിക്ക് ഞാനിപ്പോ അത് എങ്ങനെയാ മോളെ നിന്നോട് പറയാ? കാര്യമായിട്ട് എന്തോ ചേച്ചി മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നുമുണ്ട്. ചേച്ചിയുടെ മനസ്സിനെ അത് വല്ലാണ്ട് അലസപ്പെടുത്തുന്നുമുണ്ട്. ഇത് മനസ്സിൽ കൊണ്ടുപോയി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. എന്താ വിഷയം എന്ന് വെച്ചാല് ചേച്ചി തുറന്നു പറഞ്ഞു, ചേച്ചിയുടെ സ്വന്തം അനിയത്തിയല്ലേ ഞാന്. എന്നോട് പറഞ്ഞില്ലെങ്കിലേ ചേച്ചിയുടെ ഈ അവസ്ഥയെ കുറിച്ച് ഞാൻ സച്ചേട്ടനോട് പോയി പറയും. അയ്യോ വേണ്ട വേണ്ട വേണ്ട, സച്ചേട്ടനോട് പറയില്ലേ. പറയാം മോളെ പറയാം. എങ്കിൽ പറ ചേച്ചി പറഞ്ഞു തുടങ്ങ്. അത് ഞാൻ നിന്നോട് പറയാം. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. ഇതുണ്ടല്ലോ, ഇതേ ആരോടും പോയി പറയരുത്. അത്രയ്ക്ക് സീരിയസാ. ആദ്യം എന്താ വിഷയം എന്നൊന്ന് പറയാ, എന്നിട്ടല്ലേ നമുക്ക് തീരുമാനിക്കേണ്ടത്. അത് പിന്നെ ഞാനിന്ന് ദേവ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പൂ കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. എന്നിട്ടേ ആ ഹോസ്പിറ്റലില് ഞാന് ശ്രുതിയെ കണ്ടിരുന്നു. എന്താ ശ്രുതി ചേച്ചി വീണ്ടും ചെക്കപ്പിന് പോയിരുന്നോ? ചെക്കപ്പിന് പോയപ്പോ തന്നെയാണ് ഞാൻ കണ്ടത്. അതിന് ചേച്ചിക്ക് എന്താ നീ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ശ്രുതി ചേച്ചി ചെക്കപ്പിന് പോകുന്നതിന് എന്താ പ്രശ്നം? അത് ശ്രുതി എന്തിനാ ചെക്കപ്പിന് പോയതെന്ന് നിനക്കറിയാമോ? കൺസീവ് ആകാൻ ലേറ്റ് ആവുന്നത് കൊണ്ടല്ലേ ചെക്കപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞല്ലോ ശ്രുതി ചേച്ചി. പറഞ്ഞതൊക്കെ ശരിയാ മോളെ. പക്ഷേ
പക്ഷെ അതിന്റെ പിന്നില് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ശ്രുതി ഉണ്ടല്ലോ, രണ്ടാമത് ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ടാ ഹോസ്പിറ്റലിൽ പോയത്. എന്താ രേവതി ചേച്ചി, രണ്ടാമതൊരു കുഞ്ഞോ? അതും ശ്രുതി ചേച്ചിക്കോ? വാട്ട്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ രണ്ടാമതൊരു കുഞ്ഞോ? അതിന് ശ്രുതി ചേച്ചി ആദ്യമൊന്നും പ്രസവിച്ചിട്ടില്ലല്ലോ. ശ്രുതി ചേച്ചി ഈ പ്രസവിക്കാതെ എങ്ങനെ രണ്ടാമതൊരു കുഞ്ഞ്? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറയാതെ മ്യൂട്ടാക്കി വെച്ചാട്ടോ നമ്മളെ കേൾപ്പിക്കുന്നത്. ഇത് കേട്ടതും വർഷയ്ക്ക് അങ്ങോട്ട് കലി വന്നില്ലേ. അങ്ങനെ ഒച്ചയ്ക്ക് നമ്മുടെ വർഷ ചോദിക്കുക, എന്താ ചേച്ചി പറയുന്നത്, രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയോ? അയ്യോ, ഒച്ച വെക്കരുത്, മറ്റാരെങ്കിലും അറിഞ്ഞാലേ വലിയ പ്രശ്നമാകും. അല്ല, അപ്പം അവർക്ക് വേറൊരു കുഞ്ഞുണ്ടോ? ഉണ്ടോ? അതെ, അതെനിക്ക് അറിയില്ല വർഷ. പക്ഷെ അത് കേട്ടപ്പോ മുതൽ എന്റെ നെഞ്ചെടുപ്പ് കൂടിയതാ, കൈയും കാലും വിറയ്ക്കുക. ഷോക്കായി പോയി വർഷ. ഞാൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും എനിക്ക് അറിയില്ല. അല്ല, എങ്കിൽ പിന്നെ അവരെപ്പോഴാ പ്രഗ്നന്റ് ആയത്? ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് എപ്പോഴാ? അതൊന്നും എനിക്ക് അറിയില്ല പക്ഷേ. അല്ല, ആരാ ചേച്ചിയോട് ഇത് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, ദേവുവിനോട് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് പറഞ്ഞതാണ്. അതിപ്പോ ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടറോട് കുട്ടിയുണ്ടെന്ന് മിക്കവാറും ശ്രുതി പറഞ്ഞു കാണുമല്ലോ. അപ്പം അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ചെക്കപ്പ് നടത്തുമ്പോ അവർക്ക് മനസ്സിലാവുമല്ലോ ചേച്ചി. അപ്പം അവരിതിനു മുമ്പ് കല്യാണം കഴിച്ചു കാണുമോ എടത്തി? കല്യാണം കഴിക്കാതെ പിന്നെ എങ്ങനെയാ? ആകെപ്പാടെ തല പെരുക്കുവാണല്ലോ. അതെ, ഇത് കേട്ടപ്പോ പോലെ എന്റെ തലയും പെരുക്കുക. ഭയങ്കര പെരുക്കല്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ വർഷ ഒരു കാര്യം ഓർത്തത് കേട്ടോ. ജോലി അടിക്കാനോ 10 മാസം കഷ്ടപ്പെട്ട ഒരു കൊച്ചിനെ പ്രസവിക്കുന്നതെന്ന് ഒരു ദിവസം പ്രസവ കഥ പറഞ്ഞില്ലേ നമ്മുടെ ശ്രുതി. അന്ന് നമ്മുടെ ശ്രുതി പ്രസവ കഥ പറഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് എല്ലാ ഇമോഷണൽസും കയറി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പ്രസവിച്ച സ്ത്രീ പറയുന്ന പോലെ. അപ്പൊ രേവതിയും നമ്മുടെ വർഷയും കൂടെ മുഖത്തോട് മുഖം നോക്കുകയൊക്കെ ചെയ്തൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ. അത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ഒരാഴ്ചയായി കാണും അത്, ആ ഒരു സീൻ വന്നിട്ട്. ആ ഒരു സീന് നമ്മുടെ വർഷ ആലോചിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ വർഷയ്ക്ക് മനസ്സിലാവുകയാണ്, ചേച്ചി അന്ന് ശ്രുതി ചേച്ചി നമ്മളോട് ആ പ്രസവത്തെ കുറിച്ച് വിവരിച്ചത് ഓർക്കുന്നുണ്ടോ എന്ന്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഓർക്കുന്നുണ്ട് വർഷേ. അപ്പം അന്ന് എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ത്രീ സംസാരിക്കുന്നത് പോലെയല്ലേ അന്ന് ശ്രുതി ചേച്ചി സംസാരിച്ചത്? അപ്പൊ അതിന് കാരണം ഇതായിരുന്നല്ലേ, അവരൊന്ന് പ്രസവിച്ചിട്ടുള്ളത് കൊണ്ടാ അവർക്ക് അത്ര എക്സ്പീരിയൻസ് കിട്ടിയെന്ന്. അങ്ങനെ ആകെപ്പാടെ മൊത്തം സീൻ വളരെ കോൺട്ര ആകാണ് കേട്ടോ. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നമ്മൾ അലീനയുടെ കഥ റിയൽ സ്റ്റോറിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അലീനയുടെ അപ്കമിങ് വിശേഷം റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാണുക കേട്ടോ. ഇഷ്ടമുള്ളവർ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബിസിനസിന്റെ കാര്യം മറക്കരുത്, നമ്മൾ ഓരോ ദിവസവും ഓരോ വീഡിയോ വെച്ച് ഇടുന്നുണ്ട്. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ.